3D പ്രിന്റിംഗ് വളരെ പ്രചാരം നേടി വരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ പലർക്കും ഇതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാകാത്തൊരു സ്ഥിതിയുണ്ട്. നോക്കൂ, നമുക്ക് ഈ ചിത്രം കാണാം. നീളവും വീതിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതളുകളിൽ വിന്യസിച്ചിരിക്കുന്ന ആ ഒരു തലം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇത് പ്രിന്റ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ചിത്രം മാത്രം മതി. നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ചിത്രത്തെ നമുക്ക് പ്രിന്ററിൽ കൊടുത്താൽ ഇതുപോലെ ഒന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അതേസമയം 3D എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ രൂപം മാറും. ഇത് 3D ആണ്. ഇതിന് നീളം വീതി മാത്രമല്ല, നീളവും വീതിയും കഴിഞ്ഞ് ഒരു പുതിയ തലം കൂടി ഇങ്ങോട്ട് വരും. ആ തലത്തിലാണ് ഇതിൻ്റെ ത്രിമാന രൂപം കാണാൻ പറ്റുക. ഇങ്ങനെ ഒന്ന് നമുക്ക് വേണ്ടി വന്നാൽ തീർച്ചയായും ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡിസൈൻ വേണം. ഇത്തരത്തിലൊരു ഡിസൈൻ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് പ്രത്യേകമായ സോഫ്റ്റ്വെയർ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഈ ത്രിമാന രൂപമാണ് നമുക്ക് 3D പ്രിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു PDF ഒരു കാരണവശാലും 3D പ്രിന്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു ത്രിമാന രൂപമാണ്. ഇതിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. പക്ഷെ ഇതേ സാധനം അടുത്ത ഒരു ഡയമെൻഷൻ വരുന്നതോടുകൂടി അത് 4D എന്ന് പറയും. ഇതാണ്ടോ, അപ്പൊ ഇത് 3D അല്ല, ഇത് 4D ആണ്. 3 ഡയമെൻഷൻ കൂടാതെ ഒരു ഡയമെൻഷനും ഒരു ആംഗിളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതറിയാത്ത പലരും ഒരു PDF-ൽ നിന്നും ഒരു 3D രൂപം ഉണ്ടാക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഒരു PDF-ൽ നിന്നും ഒരു 3D രൂപം ഉണ്ടാക്കുക സാധ്യമല്ല. അതിന് പ്രത്യേക സോഫ്റ്റ്വെയറും അതിലുണ്ടാക്കിയെടുത്ത ഇമേജുകളും വേണം.